എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. അങ്ങനെ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം 8:30 ആകുമ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കളിക്കളത്തിലേക്ക് വിളിക്കാം. കളങ്ങളിലൂടെയുള്ള കളി. നമ്മളെല്ലാവരും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ന്യൂസ് ചാനലുകൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും സങ്കടകരമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടാക്കുന്ന സഹജീവികളുടെ സംഭവം എല്ലാം ഒക്കെയാണ്. പക്ഷെ എന്നാലും ഒരു പൊടിക്ക് നമ്മുടെ ഈ ന്യൂസ് ചാനലുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് അവർ കുറച്ച് കൂടുതലായിട്ട് നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പോലെ നമുക്ക് വല്ലാണ്ട് സങ്കടം വരുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക്, നമ്മൾ കുറേ ആൾക്കാർ ഇവിടെയുണ്ട്, നമ്മൾ പ്രവാസികൾ, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റും കൂടി വേണം എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ രീതിയിൽ പോകുമ്പോൾ നമുക്കൊരു കളിക്കളം എന്നുള്ള കളികളിലൂടെയുള്ള കളം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു മണിക്കൂർ നമ്മൾ ചിലവഴിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ടൈം എക്സ്പ്രസ് കാർഗോ കളിക്കളം, നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട്. വിളിച്ച് വിൻ ചെയ്യുന്ന ആളുകൾക്ക് സമ്മാനങ്ങളുണ്ട്. വിളിക്കുക ജയിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാം. പക്ഷേ 2 മിനിറ്റ് നേരം നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ വേറെ എവിടെയും ചിന്തിക്കാണ്ട് ഈ ഗെയിമിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. 0423834991 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റും. വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വെച്ചുകൊണ്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പാട്ട് പാടാൻ താളമില്ലാത്ത ഒരാളാണ്. എന്നിട്ടും ഞാൻ പാടുന്നു. എൻ്റെ ഷോയിലൂടെ പല ആളുകളും കളിക്കളം ഫെയിമായിട്ട് പാട്ട് പാടുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായിരിക്കുന്ന നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, അവരാരെങ്കിലും അവരുടെ ഒരു പ്രായപരിധി ഇല്ലാതെ തന്നെ അവർ പാട്ട് പാടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നമ്മുടെ ഏറ്റവും നല്ല സിംഗറായിട്ടുള്ള, നമ്മുടെ സെലിബ്രിറ്റി സിംഗർ കൂടി ആയിട്ടുള്ള നരേഷ് അയ്യർ, അദ്ദേഹം വരുന്ന ഷോ ആണ് ഓഗസ്റ്റ് 31 നടക്കുന്നത്. നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 31 അതിന് വേണ്ടിയിട്ട് 5 ആൾക്കാരായിരിക്കും ഈ മാസം സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓഗസ്റ്റ് മാസം തുടങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 26 കൂടിയിട്ട് സ്കൂളുകളൊക്കെ തുറക്കും. അപ്പോൾ ഒരു 20-22 കൂടിയിട്ട് സജീവമാകും നമ്മുടെ ആളുകളെല്ലാം നാട്ടിൽ പോയവരും എല്ലാവരും തിരിച്ചു വന്ന് അവർ 31 ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം കോറം പൂർത്തിയാവും. ആ സമയത്താകുമ്പോഴത്തേക്കായിരിക്കും ഈ പരിപാടി നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ആ പാട്ട് പാടുന്ന കുട്ടി, അല്ലെ പാട്ട് പാടുന്ന അമ്മ, പാട്ട് പാടുന്ന ചേച്ചി, ചേട്ടൻ, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 2 മിനിറ്റ് 2 സോങ്ങുകൾ, ഓരോ മിനിറ്റ് വീതമുള്ള 2 സോങ്ങുകൾ 2 ജോണറിലുള്ള പാട്ടുകൾ പാടി നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയെന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ അവസരം കിട്ടണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ അതുകൊണ്ട് നിർത്തി വീട്ടിൽ പോകുന്ന രീതിയിലേക്ക് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾ അറിയാവുന്ന ഏറ്റവും നല്ല സിംഗറായിട്ടുള്ള ദാസേട്ടൻ ആകാശവാണി റിജക്റ്റ് ചെയ്ത ഒരാളാണ്. അതുപോലെ അമിതാഭ് ബച്ചൻ്റെ പൊക്കം കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളാണ്. ലാലേട്ടൻ്റെ ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ആളുകളെ പല രീതിയിലും റിജക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു കയറി വന്നതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഫസ്റ്റ് ബോൾ ചെയ്ത സമയത്ത് മൂക്കിന് ബോളിന് എയർ കൊണ്ടിട്ട് ഈ കൊച്ചു പയ്യനാണോ എന്ന് വിചാരിച്ചിട്ട് നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടുത്ത ബോളിൽ വന്നത് 6 അടിച്ചത്. അതുപോലെ നമുക്കും ചിലപ്പോൾ ഒറ്റൊരു ഫസ്റ്റ് ചാൻസിന് കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ മമ്മൂട്ടിയുടെ മക്കളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ യേശുദാസിൻ്റെ മകനൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പാട്ട് പാടി അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്ക് വിജയിച്ചങ്ങ് പോകാം എന്നൊന്നും പറ്റില്ലായിരിക്കാം. പക്ഷേ നിരന്തരമായ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ അയച്ചു തുടങ്ങാം. അത് ഈ ഒരു മാസം കൊണ്ട് തീരില്ല, വീണ്ടും അടുത്ത മാസം കൊണ്ട്. എല്ലാ മാസത്തിലും ഓരോ സെലിബ്രിറ്റി സിംഗർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും ചെയ്യേണ്ട ഒരു ഫസ്റ്റ് പ്രോഗ്രാം നടത്തിയിരുന്നത് അഫ്സൽക്കയുടെ കൂടെയായിരുന്നു. ഞാൻ ആ പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ അന്ന് ആദ്യമായിട്ട് വന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, വീട്ടമ്മയായിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അന്ന് മിഥുനാണ് ഫസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മിഥുൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റേജിലും പാടിയിട്ടില്ല എന്നാണ്. അതായത് അങ്ങനെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു പാട്ടുകാരിയോ ആവണമെന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കും അയക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കളിക്കളം. ചെറിയൊരു ചുമയുണ്ട് എൻ്റെ അടുത്ത്, ചെറിയ രീതിയിൽ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കുറച്ച് സ്ട്രഗിളിംഗ് ഒക്കെ ആയിരുന്നു. ഒരു ചെവിയൊക്കെ കേൾക്കാണ്ടായി, ഒരു സൈഡ് തളർന്ന പോലെയൊക്കെ ആയി, മൊത്തം പണിയായി, ആകെ എന്തൊക്കെയല്ലോ ആയി. എല്ലാം ഒന്ന് ശരിയാക്കി ഞാൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് പറയാം, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നും നാളെയൊക്കെ ഷോ ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞു വോയിസ് റെസ്റ്റ് മസ്റ്റാണ്. ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും വോയിസ് റെസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും
എനിക്ക് ഷോ മസ്റ്റ് ഗോ ഓൺ. എനിക്ക് എന്തായാലും കളിക്കളത്തിന് പോയേ പറ്റുള്ളൂ. കളിക്കളത്തിന് പോയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വീർപ്പ് കൂട്ടലാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടുപോകുന്നത് ഒരു മാസം പോലെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഷോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് 04238349 എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന പോലെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുക. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിളിച്ച പല ആളുകളെയും ഞാൻ പല രീതിയിലും തോൽപ്പിച്ചിട്ടുണ്ടാവാം. അവർക്കൊക്കെ ഒരു ചെറിയ വാശി ഉണ്ടായിക്കോട്ടെ, വിളിച്ചിട്ട് വിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനാണ് എൻ്റെ ആകെയുള്ളൊരു ശക്തി. പക്ഷേ നിരഞ്ജൻ അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരഞ്ജനല്ല, ആകെ സച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചുവിനെ ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെ പാട്ട് പാടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സച്ചു പാട്ട് പാടിക്കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോകുന്നൊരു സംഭവമുണ്ട്. നിരഞ്ജൻ വന്ന് എത്രയും പെട്ടെന്ന് അവിടെ ആ പാട്ടിൻ്റെ സീറ്റിൽ വന്നിരുന്നില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവും. കാരണം അന്താക്ഷരിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പാട്ട് പോലും കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിരഞ്ജന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോൾസിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളിക്കളം നമ്മൾ വിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ്. അല്ലാതെ വിൻ ചെയ്യുന്നതിൽ നിന്ന് നെറുക്കിട്ടെടുത്ത് ഒരു സമ്മാനം കൊടുക്കുകയല്ല. കാരണം അത്രയേ ഉള്ളൂ, വിജയ ശതമാനം വളരെ കുറവാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ അതേപോലെ 2 മിനിറ്റ് നേരം നിങ്ങളും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നാൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. 04238349 ദുബായ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിലുള്ള ഈ വിഷൻ നമ്പർ, നിങ്ങൾ വീട്ടിൽ ഈ വിഷൻ ടി വി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ലാൻഡ് ഫോൺ കൂടി കിട്ടിയിട്ടുണ്ടാകും. ഈ ലാൻഡ് ഫോണിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ വിളിക്കാൻ പറ്റും. സൗജന്യമായിട്ട് വിളിച്ചുകൊണ്ട് നമുക്ക് കോളിലൂടെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. നമ്മൾ ഒരു മണിക്കൂർ 8:30 മുതൽ 9:30 വരെ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട്, നല്ല ചൂടാണ് പുറത്ത്, ആ ചൂടിൻ്റെ കാഠിന്യത്തിലൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ വന്ന് വീട്ടിൽ ആ സോഫയിൽ ഇങ്ങനെ നിവർന്നിരിക്കുന്ന സമയത്ത്, AC ഒക്കെ ഇട്ടൊന്ന് തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യണം എന്ന രീതിയിൽ ഇരിക്കണം. കാരണം നമുക്ക് എപ്പോഴും നമ്മളൊരു റീഫ്രഷ് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ മനസ്സിന് എപ്പോഴും നമ്മൾ സങ്കടം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിന് എപ്പോഴും നമ്മൾ ദുഃഖം കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ കൊടുക്കുമ്പോഴും നേരത്തെ ആയുർവേദ ഡോക്ടർമാർ രണ്ടുപേരും പെന്നീനെയും കൂടി ഇരുന്ന് പറയുന്ന പോലെ പല സംഭവങ്ങളും നമ്മുടെ മൈൻഡിനെ കൂടി കണക്റ്റഡ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടുള്ളൊരു ഷോ ആയിട്ടാണ്. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിളിച്ചിട്ട് ഈ കാണുന്ന അക്ഷരങ്ങളിൽ A മുതൽ P വരെയുള്ള അക്ഷരങ്ങളിൽ ഏതെങ്കിലും അക്ഷരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരങ്ങളിൽ ഏത് ഗെയിമാണോ വരുന്നത് ആ ഗെയിമായിരിക്കും നിങ്ങൾ എന്നോട് മത്സരിക്കേണ്ടി വരിക. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. 04238349 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇപ്പോഴും ചില സമയത്ത് ഈ ചെവി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറേ സമയമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ചില സമയത്ത് ഈ ചെവി കേൾക്കുന്നില്ല. അപ്പോൾ അത് ഇൻഫെക്ഷനൊക്കെ അടിച്ചിട്ട് ആകെ ഭയങ്കര ഇതായിപ്പോയത് കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാനും ഇനിയിപ്പോൾ 16-ാം തീയതി നാട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഓഗസ്റ്റ് 16-ന് ഞാനും നാട്ടിൽ പോകും ഒരു 2 ആഴ്ചത്തേക്ക്. അപ്പോൾ കളിക്കളത്തിൻ്റെ പ്രേക്ഷകരെവിടെയും പോകരുത്, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാനിങ്ങനെ ഇവിടെയൊക്കെ തന്നെ വരും. ഇവിടെ ഉണ്ടാവില്ലെങ്കിലും നാട്ടിലൊന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം പോകുന്നത്, ഒരു 2-2.5 വർഷത്തിന് ശേഷം പോകുന്നതാണ്. ഞാൻ പിന്നെ കുറച്ചൊരു കൂടുതൽ അവധി എടുത്തിട്ട് പോകുന്ന സമയം കൂടിയാണ്. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 2 ആഴ്ചയിൽ മുകളിൽ ഒരു 19-20 ദിവസത്തേക്കൊക്കെ ഞാൻ നാട്ടിൽ പോകുന്നത്. ഓണത്തിന് മുമ്പേ തിരിച്ചു വരേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് പ്രോഗ്രാമുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചോളൂ. ടി വിയിൽ ശ്രദ്ധിക്കണ്ട, നമുക്ക് ഫോണിലൂടെ സംസാരിക്കാം. വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഏകദേശം ഒരു 10 സെക്കൻഡ് ഡിഫറൻറ്റ് ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ടി വിയിൽ കേൾക്കുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ടി വിയിലൂടെ സംസാരിക്കാം, ടി വിയിൽ കേൾക്കാം, എന്നിട്ട് ഫോണിൽ സംസാരിക്കാമെന്ന് വരുമ്പോൾ ചെറിയൊരു ടൈം ഡിഫറൻസ് വരും. ആ ഡിഫറൻസിൽ നിങ്ങൾ തോറ്റുപോകും. അതുകൊണ്ടാണ് എല്ലാവരുടെ വിളിക്കുന്ന സമയത്ത്, ലൈവ് ഷോസിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു രീതിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ഈ ടെലികാസ്റ്റ് ചെയ്ത് 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ടി വിയിൽ എത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ടി വിയിൽ ശ്രദ്ധിച്ചിട്ട് ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ആരാണ്? ആസിഫ് ഏതാ അക്ഷരം എടുക്കുന്നത് പറ. ഹാഷിഫാണോ? ഹാഷിഫിന് H എന്ന അക്ഷരം കൊടുക്കുന്നു. H. ഹാസിഫ് എവിടെയാ? നാട്ടില് തലശ്ശേരി. എവിടെ? മാഹി. മാഹിക്കാരനാണ്. മാഹിത്തെ പെമ്പിള്ളേരെ കണ്ടുക്ക. കല്യാണം കഴിഞ്ഞാ? എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച. നിങ്ങളെവിടെയാ കല്യാണം കഴിച്ച? മാഹിക്കാരൻ. അതെന്താ മാഹിക്കാർ പുറത്ത് കല്യാണം കഴിക്കൂല?
മനസ്സിലായില്ല എന്താ? മായി തന്നെ പെണ്ണ് കിട്ടി. മായി തന്നെ പെണ്ണ് കിട്ടോ? ഒന്ന് ഹോൾഡ് ചെയ്തോളൂ, നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഹാഷിഫ് എടുത്തിരിക്കുന്ന അക്ഷരം എച്ച് ആണ്. എച്ച് എന്ന അക്ഷരം എടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ചിലപ്പോൾ ഹാഷിഫിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാണല്ലോ. ഹാഷിഫ്, ഓക്കെ, ആഷിഫ് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാവോ? ടി വി കാണുന്ന എല്ലാവർക്കും കേൾക്കാവോ? എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നിരഞ്ജൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അന്താക്ഷരിയാണ്. അന്താക്ഷരി പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക. അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടും. ടി വിയിൽ ശ്രദ്ധിക്കണ്ട. എന്നിട്ട് ഫോണില് അല്ല സൗണ്ട് ആയിട്ട് മലയാളം പാട്ട് മാത്രം പാടിക്കോ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. അക്ഷരം പറഞ്ഞ് തലോടി താ, തലോടി താ താ, അങ്ങനെയാണ് കേട്ടോ. ടൈമർ ഇനി ഞാൻ ഇടണോ? ഇവിടുന്ന് ഞാൻ ഇടണോ? സച്ചു ഒരു മിനിറ്റ്, ടൈമർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തലോടി താ അല്ലേ? താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ചാ ചാ, ആ ചായല്ല, ചാ. ചന്ദ്രകാന്തം കൊണ്ട് നാല് കെട്ട്. കെട്ട്, നാല് കെട്ട്, കെട്ടല്ലേ? അപ്പൊ നാല് കെട്ട്. കാണെങ്കിൽ കസ്തൂരി കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ നീർമഴ പെയ്തു. തെറ്റിയിട്ടുണ്ടാവും. പാ ആ ഹംസഗീതം പാടി. വീണ്ടും പാ. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കയ്യാലേ. അഞ്ജന കണ്ണ, അഞ്ജന എന്താണ് നിരഞ്ജൻ? എന്താണ് പഞ്ചമി തിങ്കൾ? അഞ്ജന കണ്ണാടി. കാ ആ അഞ്ജന. അത് ഒരു മണി മുന്നിൽ വെച്ച് വെച്ച് വാ വെച്ച് വിട്ടുതരില്ല. വരുത്തന്റെ പൂ മോളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ വരക്കമ്പാച്ചിലിനോടുക്കം കിട്ടേടി തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ. താ താ താമരക്കിളി പാടുന്നു തിങ്കളേ പൂത്തിങ്കളേ നീ ഒളി കണ്ണെറിയരുതേ. എറിയരുതേ. ഏ സമയം കഴിഞ്ഞു. എ ആണ്. മതി മതി. എ ആണ്. ആ അല്ല, എ ഇംഗ്ലീഷ് അല്ല, മലയാളം. എനിക്കുണ്ട്. അത് എ ആണ് പാടേണ്ടിയിരുന്നത്. സമയം കഴിഞ്ഞു. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും. ആ പാട്ട് പാടായിരുന്നു, പാടിയില്ല. അപ്പൊ ഔട്ടായി പോയി. ആ വിട്ടോ, ഒന്നും പറയണ്ട, വിട്ടോ, ഒന്നും ഞാൻ സമ്മതിക്കൂല. അടുത്ത ആളിലേക്കോട്ടെ. ഹലോ ഹലോ ഹലോ, ആരാ? ഇന്ദു ആണ്. ആ അല്ലേ? എനിക്ക് സുഖമല്ല, ഭയങ്കര ചുമ. എന്നിട്ട് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ തൽക്കാലം ദൈവം സഹായിച്ചു, കുഴപ്പമൊന്നും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ലതാണ്. അസുഖം വരുമ്പോ ഫാമിലിയും കൂടി ഇല്ലെങ്കിലുണ്ടല്ലോ, എന്റെ ദൈവമേ പോയിട്ടല്ലേ അമ്മാരിപ്പടല. ഏതാ അക്ഷരം? കെ. ഇന്ദു കെ ഇല്ലല്ലോ. ഇന്ദു കുമാരി എന്നാണോ പേര്? അല്ലല്ല, വെറും ഇന്ദുനേ ഉള്ളൂ. കഥാപാത്രവും സിനിമയും. കഥാപാത്രവും സിനിമയും എന്ന് പറയുമ്പോൾ ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലെ ആണെന്നും ഏത് നടനാണ് പറഞ്ഞതെന്നും പറയണം. രണ്ടും പറയണം. ആ അപ്പൊ പറയട്ടെ. റെഡി? മാറിയോ പെട്ടെന്ന്? മാറിയോ പെട്ടെന്ന്? ചുമ വരും, പക്ഷെ ഞാൻ ഷോ ചെയ്യുമ്പോ എനിക്ക് പൊതുവെ ചുമ കുറവായിരിക്കും, എന്നാലും ഞാൻ പിടിച്ചു നിൽക്കുന്ന. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ഫസ്റ്റ് സംഭവം ഇതാണ്. ആദ്യം പറഞ്ഞു പഞ്ചായത്ത് ഇതാണെന്ന്, പിന്നെ പറഞ്ഞു ജില്ലാ കമ്മിറ്റിയാണെന്ന്, പിന്നെ സംസ്ഥാന കമ്മിറ്റി, പിന്നെ പറയുന്നു കേന്ദ്ര കമ്മിറ്റിയാണെന്ന്. ഇതെന്താണ്?
വന്നപ്പോ തന്നെ പറഞ്ഞത് ഞാൻ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയാണെന്ന്, പിന്നെ പറഞ്ഞ് ജില്ലാ കമ്മിറ്റിയാണെന്ന്, പിന്നെ പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയാണെന്ന്, ഇതേ ഇപ്പൊ പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയാണെന്ന്. ഞാൻ എന്തൊക്കെയാണെന്ന്. ഇത് ആരോട് പറഞ്ഞാണെന്ന് പറയണ്ട, ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. ഒരു പിടിയില്ലല്ലോ. അത് ഒരാളുടെ അടുത്ത് പറയുന്ന, അയാളെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പരിചയപ്പെടുത്തുമ്പോ അയാളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാ. ആരാ? ഇസ് എ റൈറ്റ് ആൻസർ, കറക്റ്റ് ആണ്. കിട്ടിയില്ലേ? കണ്ട, അതാണ് ഞാൻ പറഞ്ഞേ. വെരി സിമ്പിൾ ആണ്. അടുത്ത ഞാൻ പറയട്ടെ. ഇവിടെയല്ല, 4 ആള് കൂടുന്നതിന്റെ ഇടയിൽ കിട്ടണം എനിക്ക് നിന്നെ. ഈ പെണ്ണുങ്ങളുടെ ഇടയിലല്ല, 4 ആള് ചന്തയില് 4 ആളുകൾ കൂടുന്നതിന്റെ ഇടയിൽ കിട്ടണം എനിക്ക് നിന്നെ. ആരാ പറഞ്ഞേ? ലാലേട്ടനല്ല, ഇത് കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന രാജ്മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. ഇത് 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജു വാര്യർ ഇരിക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ അടുത്ത് അവിടെ വന്നിട്ട് പുള്ളി വന്നിട്ട് പറയുന്നതാണ്, കുട്ടികളുടെ കളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്നോണ്ടാണ് ഞാൻ മാറ്റി പിടിച്ചത്. ഓക്കെ, എന്തായാലും സന്തോഷം. തോറ്റു ഇന്നും പതിവ് പോലെ ഇന്നും തോറ്റു. അടുത്ത ആളുടെ കോട്ടെ. 2 പേര് വന്ന് 2 പേര് തോറ്റിട്ടുണ്ട്. അടുത്ത 3-ാമത്തെ ആരാണ്? ആരാ? സ്മൃതിയാണ്. സ്മൃതി. 3-ാമത്തെ ആള് തോക്കാൻ വന്നിട്ടുണ്ട്. ഏതാ അക്ഷരം? 2 അക്ഷരം പോയിട്ടുള്ളൂ. എച്ചും കെയും പോയിട്ടുണ്ട്, ബാക്കിയുണ്ട് എല്ല്. കോല് കളിക്കും. എല്ല്. സ്മൃതി തോപ്പിക്കും. ഞാൻ ഇന്ന് ഫോമിൽ വെക്കല്ലേ. ഓക്കെ, അപ്പോ പാട്ടുമാലയാണ്. ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ട്, മറ്റൊരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ട്, അങ്ങനെ 7 പാട്ടുകൾ പാടണം. ഓക്കെ, റെഡി അല്ലേ? അക്ഷരം പറഞ്ഞിട്ടാ? അല്ല, വാക്ക്. ഓക്കെ, ഫസ്റ്റ് വാക്ക് ചേർത്തേ. ചന്ദ്രൻ. എവിടെയെങ്കിലും വന്നാ മതി, ആദ്യം തന്നെ വരണമെന്നില്ല. ചന്ദ്രഹൃദയം. ഹലോ. ഹൃദയം. ഹൃദയം. കുറച്ചൊക്കെ പാടണം കേട്ടാ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ നീ ഇനിയും കഥ പറയൂ. കഥ. കഥയനങ്ങ് കഥകളതി സാഗരം. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ. ഗീതം. 4 പാട്ടായി. സംഗീതം യാതൊരു പറ്റൂലേ? സംഗീതം. സംഗീതമേ അമര സല്ലാപമേ. സംഗീതമേ അമര സല്ലാപമേ. സല്ലാപം കവിതയായി പല മൊഴിയിലൊരു കവിത. 5 പാട്ടായി. 2 കൂടി പാടിയാൽ മതി. കവിത മമ്മയല്ല, അത് വേറെ പാടി. മറ്റേ പ്രണയം. കവിത കുറിക്കുകയായിരുന്നു. പുതിയ പാട്ടൊക്കെ എഴുതി തുടങ്ങിട്ടാ. അല്ല, അതിന്റെ ഫസ്റ്റ് ലൈൻ ഇട്ടാ വേണ്ടി പാടുക. ഇനി പാടൂ അതിന് ലാസ്റ്റ് കവിത കുറിക്കുമല്ലോ. അത് എത്തണോ? ഞാനെന്ത് ചെയ്യാൻ പറ്റൂ? രവിനാവിൻ പുടവ ചുറ്റേന്തി കവിതകളേന്തി നിന്നു. എന്ത് ശശിരേ കവിതകളേന്തി നിന്നു. സമയം കഴിഞ്ഞു. 6-ാമത്തെ പാട്ടിന് സമയം കഴിഞ്ഞു. കവിത പാടിയില്ലേ? അതെ, പക്ഷെ 6-ാമത് 7 വേണ്ടേ? ഞാൻ അക്ഷരം പറഞ്ഞല്ലോ. വാക്ക് പറയാനുള്ള സമയം തരണ്ടേ? ഇങ്ങനെ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഇങ്ങനെ വാക്ക് കണ്ടുപിടിക്കുക. പോട്ടെ എന്നല്ല, തോറ്റ്. അപ്പൊ 3 ഒരാളിങ്ങനെ ഒരു കുളത്തിന്റെ താഴെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ഹലോ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത. ഹലോ, ആരാ? ഞാന് ഷമിയാണ്, അബുദാബിന്നാണ്. എന്താ വിശേഷം? വിശേഷം ഒന്നുമില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രോഗ്രാമില്.
അത് ഞാൻ തന്നെ ചെയ്യുന്ന ആള് ഞാനാ. പറയൂ. എന്താ വിശേഷം? സുഖല്ലേ? സുഖം. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചില്ല. നാട്ടിൽ പോകുന്നില്ല ഇപ്രാവശ്യം? ഇല്ല, പോയില്ല. അടുത്ത കൊല്ലത്തേക്ക് വെച്ച്? ഇല്ല, ഞങ്ങൾ പോയിട്ട് വന്നതേ ഉള്ളൂ കുറച്ചു മുമ്പ്, അതുകൊണ്ട് പോയില്ല. ആ, ഏതാ അക്ഷരം എടുക്കുന്നേ? ഓ എടുക്കാൻ നോക്കട്ടെ. ഓ എടുക്കാൻ നോക്കാം. ഓ, ഷെമ അല്ലേ? ഷെമി. ആ, എനിക്കൊരു സജാദക്കയുടെ വൈഫിന്റെ ഒരു ഷെമി എന്നാണ്. അപ്പൊ എനിക്ക് ഷെമീത്താന്ന് വിളിക്കും നമ്മള്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ വിളിച്ചു. അപ്പൊ ഷെമീത്ത, നമുക്ക് രണ്ടുപേർക്കും പാട്ടുപാടി കളിക്കാം. ശരി. അപ്പൊ പാടൂ. ഏത് പാട്ടാ? ഇഷ്ടമുള്ള പാട്ട് പാടിയിട്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങോട്ട് തന്നാൽ ഇപ്പൊ ഞാൻ പാടും. ഓക്കെ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ? ഒരുപാടാളുണ്ട്. ആ, കൂടാമോ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മാ. എടാ, ഞാൻ പാടുമ്പോ മറ്റേ സാധനം റിവർ കയറ്റിയിടേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ. വീണ്ടും. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവള് പാടുകില്ലേ വീണമീട്ടുകില്ലേ. പിന്നെ മഞ്ചാടിക്കുന്നിൽ മണിമുകിലുകൾ ദൂരെ മഞ്ചാടിക്കുന്നിൽ. കറുത്ത പെൺ വേണ്ട, ഞാൻ എപ്പോഴും പാടുന്നില്ല. കിലുകിൽ പമ്പരം അറിയാതം വിളി തിരിയും. കിലുകിൽ പമ്പരം അറിയും മാനസം. മതി. പിന്നെ മായാണോ? അത് പാടിയോ? വേറെ പടം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ മാപ്പു തരൂ. തായോ തരൂ. തൂമഞ്ഞിൻ നെഞ്ചിലുണർന്നു. മതി. സമയം കഴിഞ്ഞ് അത് എത്തുന്നതിന് മുമ്പേ സമയം കഴിഞ്ഞ്. ഉണരുമീ തുടങ്ങിയപ്പോ സമയം കഴിഞ്ഞത്. കുഴപ്പമില്ല. അപ്പോൾ ഷെമീത്ത, സോറി. ഇതുവരെ ആയിട്ട് ആരും ജയിച്ചിട്ടില്ല എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം പറയട്ടെ. എനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഞാൻ വളർത്തി അടിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി വിളിച്ചു നോക്ക്, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ്, ടഫാണ്. ഞാൻ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് ഭയങ്കര ടഫ്. ഹലോ, അടുത്ത തോക്കുന്ന ആരാണ്? എന്നാ ഏതാ അക്ഷരം? സി. ഇന്ന് എല്ലാരും തോപ്പിക്കല പരിപാടി. എന്ത് വന്നാലും തോക്കും. ഞാൻ വിടൂല. ഞാൻ സുഖമില്ലാണ്ട് ഇന്നലെ വരെ ഞാൻ വിടൂല. മധുരം മലയാളത്തിൽ സംസാരിക്കാൻ ടൈം സ്റ്റാർട്ട് നൗ. ടൈമർ ഇടറാ. എന്നാ വേറെന്താ വിശേഷം? സുഖം തന്നെ. അല്ല, എന്നെ വർക്ക് ചെയ്യല്ലേ? ഇല്ല, പിന്നെ വീട്ടുജോലി. അപ്പൊ കുട്ടികളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെ? കുട്ടികൾ പഠിക്കുന്നില്ല. ഒറ്റ കുട്ടിയോ? അതെ, ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മാത്രം. അപ്പൊ ഹസ്ബൻഡ് പണിക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്. എവിടെ പോകുന്നു പുള്ളിക്കാരൻ വർക്കിന്? അത് ഇന്ധനത്തിന്റെ ഒരു സ്ഥലത്ത്. എന്ത് കമ്പനിയാ അത്? ഇന്ധനത്തിന്റെ. എന്ത് കമ്പനിയാ? ഇന്ധനത്തിന്റെ കമ്പനിയാ? പേര് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താ പറയാത്തെ? ഇംഗ്ലീഷ് പേരാ? അപ്പൊ ഞാൻ തോറ്റു പോകും. ഓഹോ, ഔട്ടാ പോകുന്നോണ്ട് പേടിച്ചിട്ടാ? അതെ. ഇന്ന് ഔട്ടാവൂലെന്ന് ശബ്ദം ചെയ്ത് വന്നാ? ടി വി ഓഫ് ആക്കിട്ടാണോ അതോ ടിവിയുടെ വോളിയം കുറച്ചിട്ടില്ലേ? അത് കുറച്ചിട്ടുണ്ട്. എവിടെയാ നാട്ടിൽ പഠിച്ചത്? ഏത് സ്കൂളിലാ? നാട്ടിലേക്ക് ഒരു വിദ്യാലയത്തിലാ. ഓക്കെ, അതെല്ലാരും അങ്ങനെയാണല്ലോ. ഏത് സ്കൂളിലാ? അതിന്റെ പേര് പറഞ്ഞാൽ ഞാൻ വീണ്ടും തോറ്റു പോകും. അല്ല, ഏത് സ്കൂളാണെന്ന് വിദ്യാലയത്തിന് പേരുണ്ടാവുമല്ലോ. എവിടെയാ? നാട്ടിലെവിടെയാ? കോഴിക്കോട് എവിടെ? തിരുവണ്ണൂര്. അപ്പൊ നിങ്ങൾ വീട്ടിന്റെ അടുത്തുള്ള സ്കൂളാണോ? ബസ്സിന് പോണോ സ്കൂളിലേക്ക്? വാഹനത്തിൽ പോണോ? എങ്ങനെ, ബസ്സിനാണോ അതോ സ്കൂൾ ബസ് വരുമോ? അതിൽ തന്നെ പോണ്ടേ. എങ്ങനെ, ഏതില്? നിങ്ങൾ പറഞ്ഞ സാധനം. ഞാൻ ഒന്നും പറഞ്ഞില്ല. അതായത് സ്കൂൾ ബസ് വരുമോ? സ്കൂൾ ബസ് വരുമോ അതോ വേറെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ പോവോ? ട്രാൻസ്പോർട്ട് ബസ്സിൽ?
ആ വാഹനത്തിൽ തന്നെ പോലെ. കൂടെ പഠിച്ച എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ഇപ്പൊ? എത്ര നിങ്ങളെ കുറേയുണ്ട്. സ്കൂളിന്റെ ടീമെല്ലാം ഉണ്ടോ ഇവിടെ? എന്ത്? സ്കൂളിന്റെ ടീമെല്ലാം ഉണ്ടോ? വാട്സപ്പിൽ ടീമൊക്കെ ആയിട്ടുണ്ടോ? ആ അതൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെല്ലായിട്ട് എല്ലാ ദിവസവും ചാറ്റ് ചെയ്യോ അതോ ചുമ്മാ മരിച്ചു കിടക്കാണോ? വല്ലപ്പോഴൊക്കെ. ഒന്നുമില്ല, ആദ്യത്തെ ഒരു ആവേശമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? എന്തെങ്കിലും ഒന്ന് പ്രത്യേകത വന്നാ ഭയങ്കര. പുള്ളിക്കാരനായിട്ട് കല്യാണം എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ആദ്യം പറഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെ ആദ്യം പറഞ്ഞ അവസാനം പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഒട്ടാക്കും? അപ്പൊ ഞാൻ തോറ്റു പോകൂലേ? എന്നാ പിന്നെ ജയിച്ചു പൊക്കോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരാൾ ജയിച്ചിട്ടുണ്ട്. അത് പിന്നെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്, മൂന്നാമത് പറഞ്ഞത്, നാലാമത് ശരിയല്ല, അങ്ങനെ ഇല്ല, തോപ്പിക്കാൻ കഴിയില്ല. ഹലോ 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 ആരാ? ഹലോ ആരാ? ജോഷിയാണ്. എന്താ ചുറ്റമ്പലത്തില് കാര്യം? ചുമ്മാ വെറുതെ വഴിക്ക് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വഴി പോകേണ്ട സ്ഥലമല്ലല്ലോ ഇത്. എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖമില്ലെന്ന്. കണ്ടു ചോമ. ഏതാക്ഷരം? ഏതാണ് ഇപ്പൊ ഇതിനകത്ത്? ഒരുപാടെണ്ണം ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, ഇ ഉണ്ട്. ഒരു കാര്യം ജി എടുത്തോന്നോ? ഓക്കെ, ജിക്ക് മാത്രമാണ് ഇത്രയും ബഹുമാനം കിട്ടുള്ളൂ. നമ്മൾ എന്ത് പറയുമ്പോ ജി എന്ന് പറയുമ്പോ ഭയങ്കര ഇംഗ്ലീഷ്. ഇത് പ്രോഗ്രാം കാണല് കുറവാണ്, കാരണം നമ്മൾ വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രോഗ്രാം കഴിയും, 10 മണിയാവുമല്ലോ. എനിക്കും വീട്ടിൽ പോണ്ടേ പരിപാടി. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏതെങ്കിലും ഒരു നടന്റെ പേര് പറയും, അല്ലെങ്കിൽ ഒരു നടിയുടെ പേര് പറയും, അവരഭിനയിച്ച ഇംഗ്ലീഷ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് സിനിമ അല്ല, ഇംഗ്ലീഷ് പേരുകൾ വരുന്ന മലയാള സിനിമ. മോഹൻലാൽ എന്ന് പറയുമ്പോ 2020 എന്നൊക്കെ 10 സിനിമ പറഞ്ഞാൽ മതി. 10 സിനിമ സിമ്പിൾ ആയിട്ട്. സിമ്പിൾ എന്ന് പറഞ്ഞേ തെറ്റേന്നാലേ അപ്പൊ സിമ്പിൾ ആണ്. 10 സിനിമ, വെരി സിമ്പിൾ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. മണിയമ്പിള്ള രാജു അയാൾ അഭിനയിച്ച 10 സിനിമ, ഇംഗ്ലീഷ് പേര്. ബോയിങ്. റെഡി, 1. കഴിഞ്ഞ്. പിന്നെ സിനിമയുണ്ട് 2020 ഞാൻ പറഞ്ഞെന്നാണ്, കൂട്ടാൻ പറ്റില്ല, എന്നാലും പോട്ടെ, കൂട്ടിക്കാം. അത് ചിലപ്പോ ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയിക്കും. ആ പറ. CBI ഡയറി കുറിപ്പ് ഏത്? അതിൽ 5 എണ്ണം ഇറങ്ങിയാലും മണിയമ്പിള്ള രാജു ഇല്ല. ഇല്ല, സായികുമാറുണ്ട്. ഓ, മണിയമ്പിള്ള രാജു, അത് വല്ലാത്തൊരു പണിയാണല്ലോ. അതാണ് പണി. ഞാനിതെല്ലാം ഓർത്തു വെക്കണ്ട, എന്നാലോചിച്ചൊക്കെ. ഞാൻ പറ, മോഹൻലാലിന്റെ കുറെ സിനിമയിലുണ്ട്. ജഗദീഷിന്റെ കൂടെയുള്ള സിനിമയുണ്ട്, മോഹൻലാലിന്റെ കൂടെയുള്ള സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ കൂടെയുള്ള സിനിമയുണ്ട്. സംഭവം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതാണല്ലോ ഗെയിമിന്റെ പ്രത്യേകത. ഞാൻ ഇന്ന് തോപ്പിക്കുന്ന ദിവസമാണ്. മണിയമ്പിള്ള രാജു ഇംഗ്ലീഷ് സിനിമ, ഇംഗ്ലീഷ് പേര്, മലയാള സിനിമ. 57 സെക്കൻഡ് കിട്ടില്ല. അതല്ല, സമയം വേറെയാണ്. 43 കിട്ടത്തില്ല. എന്നാ പിന്നെ പോട്ടെ, ശരി. ക്രോണിക് ബാച്ചലർ ഓക്കെയാണ്. മണിയമ്പിള്ള രാജു ഉണ്ടോ ക്രോണിക് ബാച്ചലർ? ഇല്ല. ക്രോണിക് ബാച്ചലറിൽ ഇല്ലല്ലോ. ലാലു അലക്സ്. അത് നിങ്ങൾ ഇത് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കേട്ടല്ലോ. വിയറ്റ്നാം കോളനി മണിയമ്പിള്ള രാജു ഇല്ല. ഇന്നസെന്റാ. പിന്നെ ഇന്നസെന്റും ദേവനൊക്കെയാണ്. ഇല്ല, ഒരു 10 പേരെന്ന് പറഞ്ഞാ. ഇപ്പൊ സമയമില്ലാത്തോണ്ട് മാത്രം പറയാത്താണ്. ഇല്ലേ, എല്ലാം പറഞ്ഞു തന്നേനെ. വേണം 1-2 എണ്ണം വേണേ. ഇപ്പൊ വേണം പടപടയെന്ന് പറഞ്ഞ് പറഞ്ഞുതരാം. മൈ സ്റ്റോറി. മൈ സ്റ്റോറി. CIA എന്ന് പറഞ്ഞൊരു പടമില്ലേ, നമ്മളെ കോംറേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്നത്, CIA. അതെല്ലാം മണിയമ്പിള്ള രാജു അഭിനയിച്ച സിനിമയാണ്. ബാംഗ്ലൂർ ഡേയ്സ് ഇല്ലേ, അതിൽ മണിയമ്പിള്ള രാജു ആണ് അവളച്ഛൻ. അങ്ങനെ ഒരുപാട് സിനിമയുണ്ട്. സിനിമയൊക്കെ കിട്ടും, സിമ്പിൾ ആണ്. ഇന്ന് ഞാൻ അങ്ങനെയാണ്. ഇന്ന് ഒരാളെ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. മാക്സിമം ഇന്നത്തെ ദിവസം ഞാൻ തോപ്പിക്കും. എനിക്ക് ഒന്നാമത് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ തോപ്പിക്കുന്നത്. ചിലർക്ക് ഒരു ധാരണ ഉണ്ടാവല്ലോ, സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ പതുക്കെ വന്നിട്ട് എങ്ങനെയും ജയിച്ചിട്ട് പോകാൻ. അത് പറ്റില്ല. നാട്ടിൽ പോയിരിക്കുക, ഞാനും പോകും. താങ്ക് യു. ഓക്കെ.
അടുത്ത ആളിലേക്ക് പോട്ടെ. ചുമയാണല്ലോ. ആ ചുമയാ, ഭയങ്കര ചുമയാ. ഈ ശശിയേട്ടനല്ല, നിങ്ങൾക്കൊന്നും ഒരു പനിയൊന്നും വരുന്നില്ലല്ലോ? അങ്ങനെ വരാണ്ടിരുന്നാ അല്ല, വെറുതാന്ന് പറഞ്ഞ് നമ്മൾ ചിലത് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വരുമല്ലോ. നിങ്ങൾ വെറുതെ ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്, ഈ നിരഞ്ജനം എന്നൊരു പനി വരെ വരുന്നില്ല. ഞാനിങ്ങനെ ഈ എത്ര കാലമായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു പനി പോലും വന്നിട്ടില്ല അവന്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചുമക്കാണ്. അല്ലാന്ന് ഞാൻ ഇത് ചുമക്കുന്ന നിരഞ്ജൻ ഒരു ചുമക്കുന്ന കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് നാട്ടിൽ പോയാൽ മതിയായിരുന്നു. നിങ്ങൾ എപ്പോഴും ചുമക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുമക്കുന്ന. ഈ നിരഞ്ജൻ ഇവിടെ ഇല്ലേ, ഇന്ന് വരെ ചുമക്കുന്നുണ്ട്. ആ സച്ചുവാട്ടിന് കഴിഞ്ഞ ആഴ്ച ഫുള്ള് പനിയായിരുന്നു. ഈ സച്ചുവിനൊക്കെ ഉണ്ട്, ചുമയുണ്ട്, പനിയുണ്ട്, എല്ലാം ഉണ്ട്. നിഷാദക്കൊക്കെ പനി വരുന്നുണ്ട്. ബിബി ജോൺ നമ്മുടെ ചെയർമാൻ, പുള്ളിക്കാരനും ചുമയും പനിയൊക്കെ വരുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ നിരഞ്ജൻ ഒരു ദിവസം എനിക്ക് വയ്യടാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഓരോരാളെ യോഗ അങ്ങനെയാന്ന്. ഏതാക്ഷരം? അവന് നാളെ പനിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലോ. ഇതിന്ന് തോപ്പിക്കണേ. റെഡി, ടൈം സ്റ്റാർട്ട് ആവും. ആടാ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭാര്യയുടെ അടുത്ത് കുറച്ച് സമയം മിണ്ടായിരിക്കാൻ പറയണം. എന്നിട്ട് വേണം മത്സരിക്കാൻ. റെഡിയല്ലേ? ഓക്കെ ഓക്കെ. ചേച്ചിന്റെ വാക്ക് ഞാൻ കേൾക്കാൻ പാടില്ല. ചേച്ചിയുടെ അപ്പുറം പോവാൻ പറ. എവിടെ? അപ്പുറത്തേക്ക് പോവാൻ പറ. റൂമിന്റെ അപ്പുറത്ത് പോവാൻ പറ. അല്ലെ നിങ്ങൾ വേറെ അപ്പുറത്തെ റൂമിൽ പോ. റൂമിലാ? ആ, എവിടെയെങ്കിലും നിങ്ങൾ മാറിക്ക്. ഓപ്പോ മതി. ഓപ്പോ മതി. ഓപ്പോ ഒരു പാടുണ്ട്. ഗുഡ് നൈറ്റ് പോണ്ട. ടി വി ഉണ്ടോ? ചേച്ചിയോട് മിണ്ടാണ്ടിക്കാൻ പറഞ്ഞപ്പോ തന്നെ മൈൻഡ് പോയി. അപ്പൊ വിളിക്കാം. ശരി ശരി ശരി. വളരെ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. ഇയാളൊന്നും തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നാലും ഞാൻ വിടൂല. അടുത്ത ആളിലേക്ക് പോവാം. 04238349 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. ഹലോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ടി വിയിൽ ശ്രദ്ധിക്കാണ്ട് വേണം വിളിക്കാനായിട്ട്. ഇന്ന് വിളിക്കുന്ന ആരെയും ജയിക്കാൻ ഞാൻ അനുവദിക്കാത്ത രീതിയിൽ ടൈറ്റായിട്ട് പിടിക്കും. ഒറ്റ ഒരാളാണ് ഇത്രയും സമയമായിട്ട് ഇത്രയും അക്ഷരങ്ങളുടെ അടുത്തതിൽ ഒരാൾ മാത്രമാണ് ജയിച്ചത്. അതും ഭയങ്കരമായ വിജയമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തട്ടിമുട്ടിയുള്ള ജയം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വൻ വിജയത്തിൽ ആരും പോയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റും. ഒരാൾ ജയിച്ചിരുന്നല്ലോ നമ്മളെ മറ്റേ മലയാളത്തിൽ മാത്രം സംസാരിച്ചിട്ട്. എന്താണ് പേര്? ഹെന്നയാന്ന് തോന്നുന്നു ജയിച്ചത്. അതെ, ഒരാൾ മാത്രമേ ജയിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഒറ്റ ഒരാളെ ജയിച്ചിട്ടുള്ളൂ. വേറെ ഒരാളും ജയിച്ചിട്ടില്ല ഇതുവരെ. ഒരാളെയും ജയിക്കാൻ വിടാണ്ട് അങ്ങനെ ടൈറ്റ് പിടിച്ചിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് എല്ലായിടത്തും പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് എപ്പോഴാണോ ഇത്ര സ്ട്രോങ് ആയിട്ടൊരു മത്സരം വരുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ജയിക്കണം എന്ന് തോന്നുന്ന ഞാൻ ജയിക്കും. എനിക്ക് ജയിക്കാൻ പറ്റും. അതെന്താ അങ്ങനെ ഒരു വർത്താനം? ഒരാൾ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണം, അങ്ങനെ പറയാൻ പറ്റില്ലെന്ന്. ജയിക്കും. നിങ്ങൾ വാ, അങ്ങനെയുള്ള ആൾക്കാർ വാ. 04238349 എന്നുള്ള നമ്പറിൽ ജസ്റ്റ് ഡയൽ ചെയ്തിട്ട് വിളിക്കുക. നിങ്ങൾ വിളിച്ചിട്ടാകുമ്പോൾ നേരെ കോൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. അവിടുന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ കോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഞാൻ മത്സരിക്കുന്നു. ഞാൻ ഒരു പകുതി ജീവനിലാണുള്ളത്. അതായത് ശ്വാസം മുട്ടലും പനിയും ചുമയും അങ്ങനെ എല്ലാം വന്നിട്ട് എല്ലാം ഒന്ന് മാറി തിരിച്ചു വരുന്ന സമയമാണ്. നിരഞ്ജന് പനി വരുന്നില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞേട്ടാ, ഞാൻ ആലോചിക്കുന്നത് ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ, ഞാൻ നിരഞ്ജനോടുമായിട്ട് പറയുന്നല്ല, ഇവനൊരു പനി പോലും വരുന്ന, ചുമ വരില്ല, അല്ല ഒരു തുമ്മോ ഒന്നുമില്ല. ഇങ്ങനെയുണ്ട് ഓരോ മാനുഫാക്ചറിങ്. അങ്ങനെ ചില ഉണ്ടാവില്ലേ, നമ്മൾ മാത്രം അറിഞ്ഞാൽ നിരഞ്ജൻ കേൾക്കണ്ട. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ഈ ആഴ്ചയിൽ 4 ദിവസം, മൊത്തം 7 ദിവസത്തിൽ 4 ദിവസം പനിയാണ് സച്ചുവിന്. ഈ സച്ചുവിൻ്റെ കൂടെയാണ് നിരഞ്ജൻ താമസിക്കുന്നത്. എന്നാൽ പോലും നിരഞ്ജന് വരൂല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേറെ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത കോൾ നോക്കാം. അതിൻ്റെ അകത്ത് ഫിനിഷ്, നല്ല ഫോട്ടോ ഫിനിഷ്. ഹലോ ഹലോ. നമസ്കാരം. ആരാ? എന്റെ പേര് വിമൽ. വിമൽ, ഞാൻ ഇന്ന് തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം വിളിച്ചാ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. ഏതാക്ഷരം? മതി. ഓക്കെ. സ്ട്രോങ് മത്സരാർത്ഥിയാണല്ലോ. അങ്ങനെയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാലോ. ശ്രമിച്ചു നോക്കൂ. ആ കാപ്പ എന്നുള്ള ഗെയിമാണ് വന്നിരിക്കുന്നത്. ആ കാപ്പ എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ആ കാപ്പ പായാണെങ്കിലും ആയാണെങ്കിലും കായാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിൽ അവസാനം ആദ്യം വരാതെ സംസാരിക്കുക. അത്രേ ഉള്ളൂ. ഇടയിൽ അവസാനം. ഓക്കെ. എവിടെയും വരാൻ പാടില്ല. ഇടയിൽ അവസാനമല്ല, എവിടെയും വരാൻ പാടില്ല അക്ഷരം.
ഓക്കെ പാ മതി. പാമതി എങ്കിലും എടുത്തോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. വിമൽ നാട്ടിലെവിടെയാ? നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി. ആ ടിവിയുടെ പോലെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. ഓക്കെ. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത റൂമിലേക്ക് പോയാലും മതി. അതിന്റെ ആവശ്യമില്ലല്ലോ. അതെന്താ അത് അതിന്റെ ആവശ്യമില്ലാത്ത? അടുത്ത റൂമിൽ പോയാൽ കുറച്ചും കൂടി എളുപ്പമല്ലേ? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ലാത്തതിൽ പായുണ്ട്. അപ്പൊ പിന്നെ ശരി, ടാറ്റാ ബാബാ. ഇന്നിപ്പോ 2 കളിപ്പിച്ച് ഇറങ്ങിയേക്കാണല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമ്മതിക്കൂല. ഇന്ന് എന്റെ ഫോമിംഗ് ഡേ ആണ്. ഇന്ന് ഞാൻ ഒരു രീതിയിലും ജയിക്കാൻ വിടാണ്ട് അങ്ങനെ. നിരഞ്ജ, മറ്റേ ഇതുണ്ടോ, പടക്കം പൊട്ടുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, പൊട്ടിക്കേ. ഇത് ഇപ്പോഴല്ലേ ആഘോഷിക്കേണ്ടത്, അല്ല പാട്ടിട്. ഞാൻ ഒന്ന് നൃത്യങ്ങൾ ആടട്ടെ. ഞാൻ ഇനി അതും കൂടിയേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതും ചെയ്തേക്കാം. സംഭവം ഞാൻ തന്നെ പാടി ഞാൻ തന്നെ ഡാൻസ് കളിക്കുന്ന രീതിയിൽ ഞാൻ മൈക്കിൾ ജാക്സൺ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. എനിക്കൊരു നല്ലൊരു നമ്മളെ പാലാപ്പള്ളി തിരുപ്പള്ളി ആ പാട്ട് ഷോ കേൾക്കുമ്പോൾ മറ്റേ പയ്യനെ ഓർമ്മ വരും എനിക്ക്. അവൻ്റെ പേര് നിരഞ്ജന നാട്ടുകാരൻ്റെ അടുത്തല്ലേ? നിരഞ്ജന്റെ കൂട്ടുകാരനായിട്ട് മറ്റേ സിനിമ റിവ്യൂ ഒക്കെ പറയുന്ന ഒരു പയ്യല്ലേ? എന്തോ നിരഞ്ജൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് അറിയുന്ന പയ്യനാ, നല്ല പയ്യനാന്ന് പറയുന്നത്. അലൻസ് പോളോ എന്താ എൻ്റെ പേര്? ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു ചെറുക്കല്ലേ? ആറാട്ടണനല്ല, അതല്ല, മറ്റേ വേറെ ആറാട്ടണൻ്റെ കൂടെ തന്നെയുള്ള ഒരു പയ്യനാണ്. പക്ഷേ അവൻ്റെ പേരെന്ത്? അവനിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുമല്ലോ, അതേ ആ ഫീൽഡിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ പാട്ട് പാടി ഡാൻസ് കളിക്കാറ്. പക്ഷെ എന്നാലും ആ പാലാപ്പള്ളിയിലെ മ്യൂസിക് കിട്ടിയില്ലെങ്കിൽ എനക്ക് ഒന്ന് ഇതായിരുന്നു. കാരണം അങ്ങനെയാണ്, ആർക്കും വിളിച്ചിട്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും ആ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിളിച്ചിട്ട് ജയിക്കാൻ പറ്റുമോ? വിളിച്ചു നോക്ക്. 0423833491. നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റുമോ? വിളിച്ചോ. ഇവിടെയല്ല, ഹിറ്റ് മെലഡി ഡ്രീംസ്. പാട്ട് പാടാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ 2 പാട്ടുകൾ, ഓരോ മിനിറ്റുള്ള 2 പാട്ടുകൾ വിത്തൗട്ട് കരോക്കെ ആണ് അയക്കേണ്ടത്. ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത്. നരേഷ് അയ്യർ അദ്ദേഹമാണ് വരുന്നുണ്ടാവുക. സെലിബ്രിറ്റി സിംഗർ നരേഷ് അയ്യർ, അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ പാടുന്നുണ്ടാവുക. ആൻഡ് ആ സ്റ്റേജ് ഒരു 1.5 സ്റ്റേജാണ്. ആ സ്റ്റേജിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹിറ്റ് മെലഡി ഡ്രീംസ് and powered by UPL TV. Okay, next caller. ആരാണ് തോക്കാൻ വന്ന് നോക്കട്ടെ. ഹലോ, ഞാൻ റെഡിയായി. ഹലോ ഹലോ, ആരാ? സലീൽ. ഞാൻ തോപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതുകൊണ്ട് വിളിച്ചായിരിക്കും അല്ലേ? നോക്കാലോ. നാട്ടിലെവിടെയാ? കണ്ണൂര്. ശരിക്കും മുട്ടി നോക്കാൻ നമുക്കൊന്ന്. ഏതാ അക്ഷരം? എന്തെന്ത് അക്ഷരം ഏതാ? അക്ഷരം അത് ഏതാ കളി? ആക്ച്വലി മറന്നുപോയി. ബി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഇങ്ങനെ ഈ പിന്നിൽ ഓപ്പൺ ആകാത്ത ഏതെങ്കിലും അക്ഷരം താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. ഓ, അങ്ങനെ. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഓപ്പൺ ആയി വരുമ്പോ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം ആയിരിക്കും നമ്മൾ തമ്മിൽ കളിക്കുക. ഓക്കെ, ഫൈൻ. ഡി. യെസ്. കണ്ണൂർ എവിടെയാ? കണ്ണൂർ മുണ്ടയാട്. ഓ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ? മുമ്പ് സംസാരിച്ചു, ഒരു 5-6 മാസം മുമ്പ്. മുണ്ടയാട് എവിടെ? മറ്റേ ഇളയൂർ പഞ്ചായത്തിന്റെ മുമ്പ് മറ്റേ കയറ്റത്തിലല്ലേ? അതെ, നമ്മള് എന്താ പറയാ, മഹേഷ് മുണ്ടയാടിന്റെ ഒക്കെ വീട്ടിന്റെ അടുത്താണോ? അതെ, അതിന്റെ ഒക്കെ അടുത്ത്. ഓക്കെ. അപ്പൊ കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും. സോറി. അപ്പൊ അത് ഏത് സിനിമയിലെ കഥയാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറയുന്ന സിനിമ ഏതാണ്? മലയാള സിനിമ ആയിരിക്കും. ഓൺലി മലയാള സിനിമ. മൊഴിമാറ്റം ചെയ്ത സിനിമ എന്തും പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ലൗഡ് സ്പീക്കർ ഇട്ട് ഭാര്യനെയും കൂടി കേൾപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലേ? ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഉറ്റ കുറേ ഫ്രണ്ട്സുകൾ ആണ് അവിടെ ആ നാട്ടിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു നല്ല ഫ്രണ്ട്സാണ്. ഇതിൽ ഒരു കഥാനായകൻ എന്ന് പറയുന്ന ആളൊരു കോഴിക്കടയുണ്ട് പുള്ളിക്ക്. കോഴിക്കട, ഇറച്ചിക്കോഴിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ മോള് ഇങ്ങനെ വീട്ടിലൊക്കെ ഇവിടെ ഈ ഇറച്ചിക്കടയിൽ വന്നിട്ട് അച്ഛൻ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊടുത്തു വിടും. അപ്പോൾ അതുകൊണ്ട് മോള് പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്.
അത്രയും നാട്ടുകാരായിട്ടൊക്കെ ഭയങ്കര കമ്പനികളാണ്. പക്ഷേ അതിൻ്റെ ഈ പുള്ളിക്കാരൻ്റെ കടയുടെ മുമ്പിലൊരു വേറൊരു കൂട്ടുകാരൻ, ഈ പുള്ളിക്കാരൻ്റെ മകളെ അവിടുന്ന് കൂട്ടിയിട്ട് വന്നത് തന്നെ ഈ ഓട്ടോ ഓടിച്ചു വന്ന ചേട്ടനാണ്. അങ്ങനെ അവിടെ വണ്ടി ഓടിയിട്ട് ഈ മോള് സാധനം എടുത്തൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ ഈ കോഴി കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ ഒരു കത്തിയായിട്ട് പുള്ളി എടുത്ത് വന്നിട്ട് വണ്ടി കടയുടെ മുമ്പിലാണോ ഇടുന്നതെന്നൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുകയും അതിനിടയിൽ വെച്ചിട്ടൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ പുള്ളിക്കാരൻ ചുമ്മാ തമാശക്കുള്ള അടിയുണ്ടല്ലോ, നീ എന്താ വണ്ടി ഇട്ട നീ എന്ത് ചെയ്യും, അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ പറയാം. അങ്ങനെ അടിയും പിടിയും ബഹളം പോലെയൊക്കെ ആക്കിയിട്ട് ഈ പുള്ളി ഈ കട നീ കയറി വാടാ, നീ ആ മോളെ കൊണ്ടുവിട്ടേ എന്നൊക്കെ പറയാം. അങ്ങനെ ഫ്രണ്ട്ലിയിൽ തന്നെ. പക്ഷെ ഇവർ അടി കൂടുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടിരുന്നു. വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കാച്ചിക്കളി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ പുള്ളി അകത്തേക്ക് കയറുന്ന സമയത്ത് കാല് തടഞ്ഞ് ഈ ചിക്കൻ കട്ട് ചെയ്യുന്ന പുള്ളിയുടെ മേത്തേക്ക് വീഴുമ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ട് കഴുത്ത് കട്ടായി പോകും. അങ്ങനെ ഈ പുള്ളിക്കാരൻ മരണപ്പെടും. അങ്ങനെ ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടിട്ട് ഈ പുള്ളി ശരിക്കും കൊന്നതല്ല. പക്ഷെ നാട്ടുകാർ വിചാരിക്കുന്നത് ഈ പുള്ളിക്കാരൻ കൊന്നാണ്. കാരണം ഓൾറെഡി അവർ അടികൂടുന്നത് നാട്ടുകാർ കണ്ടാണ്. ഈ പുള്ളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ നടക്കുന്നത് മുഴുവൻ. ഇതാണ് സിനിമ. അതിന്റെ അവസാനം അത് സോൾവ് ആയിട്ട് വരുന്നതാണ് സിനിമ. കോമഡി പടമാണോ? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. വളരെ നല്ല രസമുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് പുതുമുഖങ്ങളാണ് ഒട്ടുമിക്കവരും ചെയ്തിരിക്കുന്നത്. സിനിമ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയുടെ പേര് പറഞ്ഞേട്ടെ? അല്ല, ഇത് സിനിമയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാം സാക്ഷി പരേതൻ. അയ്യോ, കാണാതെ പറയിപ്പോയി. നല്ല സിനിമയാണ്. OTT-ലൊക്കെ ഉണ്ട്, സിംപ്ലി സൗത്തിലൊക്കെ ഉണ്ട്, പോയി കണ്ടു. നല്ല സിനിമ. കണ്ണൂരുകാരനെയും തോൽപ്പിച്ചു. ഹലോ മനഃപൂർവ്വം കാണാത്ത സിനിമ പറയുന്നതല്ലേ? ആണ്. നിങ്ങളുടെ ആ സിനിമ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എന്നാലും പുതിയ സിനിമയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ 2020-ന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുപിടിക്കില്ലേ? അല്ല, എന്നാലും പുതിയ സിനിമ പറയുമ്പോ പുതിയ സിനിമ ഇത് പുതിയ സിനിമയാണ്. ഏകദേശം ഒരു 2-3 കൊല്ലം പഴക്കമുള്ള സിനിമയാണ് ഇത്. എല്ലാ ഇതിലും ഉള്ള സിനിമ. ഞാൻ 2 പ്രാവശ്യം കണ്ട സിനിമയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട അഭിനയമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നതൊക്കെ. നല്ല സിനിമയാണ്. ആദ്യമായിട്ട് കേൾക്കുവാ. നല്ല സിനിമയാ. അപ്പൊ ഇത് അക്ഷരം പറ. ബിനിത, അക്ഷരം പറ. ബിനിതേനെയും കൂടി തോപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പോഴും ഒരാള് തന്നെ. എനിക്ക് വയ്യ, അത് വേണ്ടാന്ന് വെച്ച്. അക്ഷരം എടുക്കുന്നത് പറ. പറ. ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ തുടങ്ങുന്നു. ചേച്ചി ഇല്ല അവിടെ? ഇല്ല. ചേച്ചി എവിടെ പോയി? ഇല്ല അല്ലാന്ന് മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാൻ പറ്റത്തില്ല. പുറത്തു പോയി എന്ന് പറഞ്ഞാ ചേച്ചി ഡ്യൂട്ടിക്ക് പോയോ? പോയി. ഡ്യൂട്ടി ഉണ്ടോ ഇന്ന് ചേച്ചിക്ക്? അതോ ഡ്യൂട്ടി ഇല്ലേ? എന്താണിത്? എത്ര മണിക്ക് വരുവാ? കൃത്യമായിട്ട് പറയൂ. മിണ്ടായിരുന്ന സമയം കളഞ്ഞിട്ട് ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം പറയൂ. 10 മണിക്ക് വരും. 10 മണിക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇന്ന് നോർമൽ ഡ്യൂട്ടി അങ്ങനെയാണ്. രാവിലെ എത്ര മണിക്ക് പോയിട്ടാ? ഉച്ചക്ക് എന്നുള്ളതിൽ ഉണ്ട്. ഉച്ചക്ക് എന്നുള്ളതിൽ ഇക്കുണ്ട്. ഒരു കാലല്ല, 2 കാ, വലിയ കാ. ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു പോകല്ലേ. തോറ്റു കഴിഞ്ഞാ തോറ്റ അന്തസ്സോടെ പോകണം നമ്മൾ. അതാണ് നമ്മൾ. ഞാനല്ലോ, നിങ്ങളല്ലേ കാണത്തില്ലായിരിക്കും. അതാണ് നമ്മുടെ റിജിലിന്റെ കളികളാണ് ഇതെല്ലാം. അടിച്ചിട്ട് അവൻ എന്ത് ചെയ്യണം പറയാ. സന്തോഷം, നല്ല സന്തോഷം. ശരി, താങ്ക് യു. എന്താ ചെയ്യാ നിരഞ്ജ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് തരൂ പ്ലീസ്. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ തരല്ലേ? എന്നോട് മുട്ടാൻ പറ്റുന്ന ആൾക്കാരെ ഇട്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ എനിക്ക് സിമ്പിളായിട്ട് തോപ്പിക്കാൻ പറ്റില്ല. ടഫ് വേണം.
കുറച്ച് ടഫുള്ള നിങ്ങൾ കുറച്ച് ടഫാക്കി നിങ്ങൾ ഇങ്ങനെ തരല്ലേ ആൾക്കാർ ഓഡിയൻസ് നിങ്ങൾ ടഫുള്ള ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കൂ നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ ജയിക്കാൻ നിൽക്കരുത് കുറച്ച് ടഫ് എനിക്ക് ടെൻഷൻ തരൂ എനിക്ക് ടെൻഷൻ വേണം എനിക്ക് എന്നെ തോപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ആൾക്കാർ വിളിക്കൂ നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കും 0438 നമ്പർ വരെ തെറ്റി പോകുന്നത് 04238349 എനിക്കിന്ന് ഭയങ്കര ചിരി വരുന്നു സത്യം പറഞ്ഞു എന്താ അറിയോ കാരണം വിളിക്കുന്ന ആളുകൾക്ക് അത്രയും പറ്റുന്നില്ല അവരെ കൊണ്ട് അപ്പൊ പറ്റുന്ന ആൾക്കാർ ചന്തു പറഞ്ഞ പോലെ ആളായി പറഞ്ഞവരാരും ഇല്ല ഇവിടെ വരുന്നുണ്ട് അടുത്ത ആരും വരുന്നുണ്ട് വന്നാൾ വിട്ടിട്ട് പോയി പേടിച്ച് 3/4 മിനിറ്റ് ഞാൻ ചുമച്ചാ തീർത്തത് എന്നിട്ട് പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ അശക്തനായിട്ട് നേരത്താണ് വിളിക്കുന്നത് ഹലോ 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 ആരാണ് ഇത് ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് നോക്കാം ഇന്ന് ആ ടിവിയുടെ പോലെ ഒന്ന് കുറച്ച് വെക്കണം ഗായത്രി കുറച്ചിട്ടുണ്ട് ഓക്കെ ഗായത്രി ഏത് അക്ഷരം എടുക്കുന്നത് ഗായത്രി അയ്യോ ഞാൻ ടിവിയുടെ അവിടെ നിന്ന് മാറി അതിപ്പോ ബി ഉണ്ട് ഇ ഉണ്ട് എഫ് ഉണ്ട് ഐ ഉണ്ട് ജെ ഉണ്ട് എം ഉണ്ട് എഫ് എഫ് ആ നോക്കട്ടെ എഫ് ഏതാ വരുന്നത് നോക്കാം ഏതാണ് ചുമച്ചതാ മധുരം മലയാളത്തിൽ മാത്രം റെഡി എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ 2 മിനിറ്റ് നേരം മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ മറ്റ് ലാംഗ്വേജുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇംഗ്ലീഷ് പറ്റില്ല ഹിന്ദി പറ്റില്ല അറബിക്ക് പറ്റില്ല ഒന്നും പറ്റില്ല ഓൺലി മലയാളം റെഡി അല്ലേ റെഡി ടൈം സ്റ്റാർട്ട് നൗ ടിവിയുടെ അടുത്ത് മാറിയുന്നോ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചോ ഗായത്രി എന്ത് ചെയ്യുന്നു വീട്ടമ്മയാണ് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ഉണ്ട് എവിടെ വർക്ക് ചെയ്തേ വർക്ക് ചെയ്തിരുന്നു അപ്പൊ പിന്നെ ശരി ബൈ ഇനി ആരാണ് ഇനി ടഫ് ആയിട്ടുള്ള ആരാണുള്ളത് ഇനി ഉണ്ടോ ടഫ് നിരഞ്ജൻ പ്ലീസ് എനിക്ക് ടഫ് ഉള്ള കോളേഴ്സിന് വിട്ടുതരൂ എന്തിനാണ് ഇങ്ങനെയുള്ള എനിക്ക് കുറച്ച് ടഫ് മനസ്സിലായല്ലേ കുറച്ച് ഞാൻ പറയുന്ന ഗെയിംസ് അവർക്ക് പറ്റരുത് അങ്ങനെയുള്ള ടഫ് കോൾസ് തരൂ അതിനുവേണ്ടി 04 നിങ്ങൾ ഒരു ടഫ് മാൻ ആണോ നിങ്ങളൊരു ഹലോ ആരാണ് സുഹാന ആദ്യമായിട്ട് വിളിക്കുക അല്ലേ യെസ് ഏതാ അക്ഷരം എടുക്കുക ഐ സുഹാന എന്ത് ചെയ്യുന്നു ഞാൻ 10th യെസ് സുഹാന മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആറോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഐ സ്റ്റാർ കോമ്പിനേഷൻ ഓക്കെ അതെന്താ സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാകാം സിനിമയാകാം സിനിമയുടെ പേര് പറയുന്നതാകാം പാട്ടുകൾ പറയുന്നതാകാം പാട്ടുകൾ പാടുന്നതാവാം അതായത് ഞാനിപ്പോൾ 2 പേര് തരും ഒരു കോമ്പിനേഷൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ശോഭന മമ്മൂട്ടി എന്ന് പറയാണ് അവർ അഭിനയിച്ച സിനിമയുടെ പേര് പറയും അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടി മോഹൻലാൽ അവർ രണ്ടുപേരും അഭിനയിച്ച സിനിമകളിലെ പാട്ട് പാടാൻ പറയും അങ്ങനെ എന്ത് വേണം പറയും മോക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാണോ സിനിമ പേരാണോ സിനിമ അപ്പൊ പാട്ട് തരാം പാട്ടാണേ അപ്പൊ ഞാൻ കോമ്പിനേഷൻ നിരഞ്ജൻ നീ പറയൂല എനിക്കറിയാം കാരണം ഞാൻ ജയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നിന്റെ ഉള്ളിലെ ആ ക്രൂരൻ ഉണർന്നു നീ ഒന്ന് അഴിച്ചു വിട് ഇപ്പൊ എന്റെ കൂടെ വെക്ക് നമ്മളൊന്നുമില്ല ഒരു ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് കാണണ്ടേ ദുഷ്ട എന്തിനാണ് പാവം കൊച്ചുകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മോളെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അവരെല്ലാം അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടോ ഇപ്പൊ റെഡിയല്ലേ അവരെല്ലാം അതായത് ഒരു പെറ്റാലിയം വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ നീ അതിന് കണക്കായിട്ടുള്ളതാ ശരി പാട്ടാണോ പാടണ്ടേ മോളെ ഒരു 10 പാട്ട് പാടേണ്ടി വരും 2 മിനിറ്റ് സമയം തരും 10 പാട്ടെന്ന് പറഞ്ഞാൽ 2 വരി പാടിയാ മതി എന്താ ഞാൻ പാടുവോ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആൾക്കാർ ഇതാവൂലേ പാട്ട് ഒരു സിനിമയിലെ പാട്ട് ഒന്നേ പാടാവുള്ളൂ കോമ്പിനേഷൻ തരാൻ പോകുന്നുള്ളൂ പറയട്ടെ
ആ പിടിച്ചിരുന്നോ? ഉപ്പ ഉമ്മ എല്ലാരും റെഡി അല്ലേ? പേരെന്തായിരുന്നു മോളെ? മോളെ പേരെന്തായിരുന്നു? സുഹാന. സുഹാന. ഓക്കെ, അപ്പൊ എല്ലാരും അവിടെ എല്ലാം റെഡി ആണല്ലോ അല്ലേ? പെറ്റാലി എല്ലാം റെഡി അല്ലേ? ശരിയല്ലേ? അപ്പൊ ഞാൻ തരികയാണേ 10 പാട്ട്. 8 എണ്ണം പാടിയാലും ഞാൻ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ മോക്ക് തരുന്നത് മമ്മൂട്ടി, ശ്രീനിവാസൻ ഇവര് രണ്ടുപേരും അഭിനയിച്ച സിനിമകളിലെ പാട്ട് ഒരു 8 എണ്ണം പാടിയാൽ മതി. ടൈം സ്റ്റാർട്ട് ചെയ്തു, പാടിക്കോ. ഞാനൊരു പാട്ട് പാടാം. പാട് പാട്. ഞാനൊരു പാട്ടു പാടാം, കുഞ്ഞുമണി വീണ മീട്ടാം, പാട്ടു കേട്ട് പൂവാലാട്ടാം. 1 മതി, അതൊന്നെടുത്ത് ഇനി അടുത്ത പാട്. വേറെ ബാർബറാം ഒരു ബാലൻ. പാട്. 10ാം ക്ലാസ്സിലല്ലേ പാട്ട് പഠിക്കണ്ടേ? പാടണ്ടേ? ആ പാടത്. ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, ബാലൻ ഞാനൊരു കാലൻ, മുടിമുറി വീരൻ. 2 രണ്ടെണ്ണായില്ലോ. ഞാനൊരു പാട്ട് പാടാം, ബാർബറാം ബാലൻ 2 എണ്ണായില്ലോ. ഉപ്പ ഭയങ്കര കെട്ടഞ്ഞ് ശ്രമിക്കുകയാണ് അവിടുന്ന്. ഉപ്പ ഇപ്പൊ തലകുത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പാട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉമ്മ കിച്ചണിന് മറ്റേ ഇതെല്ലാം വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായൽ വീണ 3 കണ്ട. ഞാൻ വേറൊരു റൈറ്റ് ആൻസർ. അത് മഴയത്ത് മുമ്പേലെ എന്തിനു വേറൊരു മധുവസന്തം ഇന്നീ എന്നരികിലില്ലേ. 4. നീ പാടരുത്, നീ മിണ്ടരുത്, എനിക്ക് ചുമ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. മോളെ വേഗം. ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ട്. മോള് സുന്ദരിയാണോ? ആ ആ കറക്റ്റാണ്. ശ്യാമാംബരം. ആ പാട്ട് പാടാം. അത് പാടിയില്ല. പിന്നെ സുന്ദരിയേ സുന്ദരിയേ രമംഗത്തേറുമിട്ട് ഒഞ്ചാനത്തേറുമിട്ട് ആ പാട്ട് മറവത്തൂർ കനവിലെ. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടായിരുന്നു. സമയം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പാടിയപ്പോ വിളിച്ചിൽ സന്തോഷത്തോട്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത് പറഞ്ഞേക്കട്ടെ, സാറില്ല. നാളെ ഞാൻ കുറച്ചും കൂടി ടഫ് ആവാണ്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കോ. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഒരാളെയും കൂടി തോപ്പിച്ചേക്കാം. ഹലോ ഹലോ, പേടിച്ചിട്ട് പോയാ? ഹലോ ഹലോ. الرقم الذي طلبته صحيح. يرجى التأكد من الرقم وإعادة الاتصال. ശുക്രൻ. അത് അവർ തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് എനിക്കിനി ഒരു കോൾ എടുക്കാനുള്ള സമയമില്ല, സാവകാശമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ഒരേ ഒരാൾ മാത്രം വിൻ ചെയ്തു പോയിരിക്കുന്ന ഗെയിമിലാണ് നമ്മൾ മത്സരിച്ചിരുന്നത്. അപ്പൊ നാളെ വരുമ്പോ ഇതേപോലെ നിങ്ങളെല്ലാം കൂട്ടത്തോടെ വന്ന് ആക്രമിക്കൂ, കുറച്ചും കൂടി ടഫ് ആക്കൂ. ഗെയിം ടഫ് ആയാലാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും നാളെ കച്ച കെട്ടി തന്നെ ഇറങ്ങാം. അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ കാണുന്നവരേക്കും ഗുഡ് നൈറ്റ് ചിൽഡ്രൻസ്. നിങ്ങൾ മറക്കാതെ കാണുക കളിക്കളം എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് രസമായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഈ അങ്കിൾ തന്നെ വരണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അങ്കിളിനെ കാണണമെന്ന് വീട്ടിലെല്ലായിടത്തും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ. അപ്പോൾ എന്നോടൊപ്പം ക്യാമറയുമായി സച്ചി ചേട്ടനും പിന്നെ ഡയറക്ഷൻ സൈഡിൽ എൻ്റെ നിരഞ്ജനും, ഒപ്പം നമ്മളെല്ലാം മൊത്തത്തിൽ നോക്കിക്കൊണ്ട് നിഷാദിക്കയും PCR ഇരിക്കുന്ന റിജിനും എല്ലാം ചേർന്നിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് അങ്ങനെ റിജിൽ എല്ലാവരും ചേർന്നിട്ട് നമ്മൾ അങ്ങനെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് പറയാണ്. വീണ്ടും നാളെ രാത്രി 8:30 വരും. 7:30 നമ്മളെ 3 in 1 വരുന്നുണ്ടാവും. 8:30 ഞാനും വരുന്നുണ്ടാവും. അപ്പോൾ ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ. ഗുഡ് നൈറ്റ്.